രാഷ്ട്രപതിയെ അപമാനിക്കാനുള്ള നീക്കം ജനം തള്ളുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വനവാസികളോടും സ്ത്രീകളോടും സിപിഎമ്മിന് അസഹിഷ്ണുതയെന്നും വിമർശനം. നിയമസഭയെ അഴിമതിക്കുള്ള കളമാക്കരുതെന്നും വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കാത്തതിനാൽ രാഷ്ട്രപതിയെ സിപിഎം വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിൽ അത്ഭുതമില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വനവാസികളോടും സ്ത്രീകളോടുമുള്ള സിപിഎമ്മിന്റെ അസഹിഷ്ണുതയാണ് ഇപ്പോഴത്തെ കേസിന് പിന്നിലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. രാഷ്ട്രപതിയെ അപമാനിക്കുന്ന സിപിഎം നീക്കം ജനം തള്ളുമെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി സിപിഎം സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ആദിവാസികളോടും സ്ത്രീകളോടുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഉള്ളിലുള്ള എതിർപ്പ്, ആ എതിർപ്പാണ് ഇതിന്റെ കാരണം. വനവാസി ക്ഷേമത്തിനുള്ള കേന്ദ്ര ഫണ്ട് തിരിമറി നടത്തുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ആറ്റിങ്ങിൽ തന്നെ സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ലെന്ന് നിരവധി വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞുവെന്ന് ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായ മന്ത്രി പറഞ്ഞു. വനവാസി യുവാവ് മധുവിനെ അടിച്ചുകൊന്നവർക്ക് സംരക്ഷണം നൽകുന്നവരാണ് സിപിഎം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അട്ടപ്പാടിയിലെ ഫണ്ട് മുഴുവൻ തന്നെ ദുരുപയോഗം ചെയ്യുന്നവരാണിവർ. അട്ടപ്പാടിയിൽ മധുവിനെ അടിച്ചുകൊല്ലുന്നവർക്ക് സംരക്ഷണം നൽകിയവരാണിവർ. അങ്ങനെയുള്ളവർ ആദിവാസികൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ട് ഉള്ളിലുള്ള വിവേചനം, ആ വിവേചനമാണ് രാഷ്ട്രപതിക്കെതിരായിട്ട് ശ്രീമതി ദ്രൗപദി മുർമുവിനെതിരായിട്ട് ഈ കേസിന്റെ കാരണം. 1600 രൂപ പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്തവർ ലക്ഷങ്ങൾ മുടക്കി കേസിന് പോകുന്നത് എങ്ങനെയെന്ന് കേരളം ചിന്തിക്കണം. ഭാര്യമാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയുള്ള സ്വജനപക്ഷപാത നിയമങ്ങളാണ് രാഷ്ട്രപതി പിടിച്ചുവെച്ചിരിക്കുന്നത്. നിയമസഭയെ അഴിമതിക്കുള്ള കളമാക്കരുതെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.